ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ചെറിയൊരു സംഭവം പരിചയപ്പെടുത്താൻ പോകണം. അപ്പോൾ നേരെ നമുക്ക് പരിചയപ്പെടുത്താൻ കിടക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ പരിചയപ്പെടുത്താനുള്ള മെയിൻ സംഭവം, നമ്മുടെ FF. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് കണ്ടു. അപ്പോൾ എല്ലാവരും ഒരു ലോങ് വോക്ക് പോവാം. എൻ്റെ കളി നമുക്ക് സാധാരണ ലോങ് വോക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ലോൺ വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ഫ്രീ ഫയർ ഇന്ത്യ എന്നും കാര്യങ്ങളൊക്കെ തന്നെ എഴുതി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പബ്ജിയുടെ ലൈവ് ആണെങ്കിൽ പറയൂ. എൻ്റെ വേറൊരു മൊബൈലിൽ നമുക്ക് പബ്ജിയുടെ ലൈവും കൂടെ ചെയ്യാം. പക്ഷേ നമുക്ക് വേറെ പേരായിരിക്കും വരും. വേറൊരു മൊബൈലിൽ നമുക്ക് എന്തായാലും ചെയ്യാം. ഇപ്പം നമുക്ക് ലോൺ വോക്കിലാണ് എടുത്തേക്കുന്ന കണ്ണെന്ന് പറയുമ്പോൾ M80 സെറ്റ് വേണം. നോക്കി നോക്കും ഗൈസ്, ഞാൻ അത്ര ഉണ്ടാപ്പൊന്നും അടിക്കില്ല കേട്ടോ. വീഡിയോ ഹീൽ ചെയ്യാം. അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ ട്രിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ 60 മെക്കിയിട്ടൊരു പൊട്ടി ചേർന്നിട്ടാ നമുക്ക് മറ്റേ സാധനം ഇട്ട് കൊടുക്കാം. ഓ ഇപ്പം എവിടെയും പോകുവാൻ ഒരു 86 അടി അവനെ കൊന്നുണ്ട് കേട്ടോ. വൈബോളി. ഓക്കെ, മാത്രമുണ്ടെങ്കിൽ നമ്മുടെ കാര്യം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിയൊക്കെ നോക്കാം. അടുത്ത റൗണ്ട് നമുക്ക് M40 ഉണ്ട്. M40 എടുക്കാം. M40 നമുക്ക് AW എടുക്കാം. ഓക്കെ, നമ്മൾ 60 കാലം തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ തിരിച്ച് 40 കാലം തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ 260 തന്നെ അവൻ അടിച്ചിട്ടുണ്ട്. ഹെഡൊന്നുമല്ല, അതൊരു അടിച്ചാൽ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് 2-0 തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അവൻ നൂബാന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ FMB ബോർഡില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ AW കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ AW വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നു. ഓക്കെ, AW കുഴപ്പമില്ലാണ്ട് ഞാൻ കളിക്കുമെങ്കിലും പ്രോ ഒന്നും മതിക്കാൻ പറ്റില്ല. ചുമ്മാ നോക്കി നോക്കാം. ഓക്കെ, അവിടെ വന്നേ. ഒറ്റ അടിപൊളി അടിക്കാൻ സമ്മതിക്കില്ല, കാരണം അപ്പോൾ അടുത്ത വീണ്ടും കളിച്ചു നോക്കാം. ഇവിടെ നമുക്ക് അവൻ അടിക്കാം. അടിച്ച് പൊളിക്കണം. 0 തീർക്കാൻ പറ്റും നോക്കാം. പാവായതുകൊണ്ട് 0 തീർക്കണോ നിങ്ങൾ പറ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഓയ്യോ, തിരിച്ച് കയറിയുണ്ട്. ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ടായിരുന്നു. 150 കാർഡിന് അടിച്ചാൽ നിന്ന് എല്ലാത്തും താഴെ ഇട്ട് മറന്നു. നമുക്ക് ഇമോട്ട് വേണം. ഇമോട്ട് ഇട്ടോടെ നമ്മൾ ഇമോട്ട് എടുക്കുള്ളൂ. ആ കത്രയാണ്, കാരണം വലിയ വല്ല റേഞ്ച് എടുക്കണമെങ്കിൽ നമ്മൾ റേഞ്ച് പൊട്ടിച്ചാൽ ഇമോട്ട് വില ഇടാറില്ല. അങ്ങനെയാണ്. അപ്പോൾ അവൻ ഏത് കണ്ണ് എടുക്കുമെന്ന് നോക്കാം. വെക്ടർ ഉണ്ടെങ്കിൽ ഓക്കെ. UMP കുഴപ്പമില്ല. അപ്പോൾ UMP ഫാൻസ് ഉണ്ടെങ്കിൽ തന്നെ ലൈക്ക് അടിക്കുക. AW ഫാൻസ് ഉണ്ടെങ്കിൽ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത് എടുത്തേക്കും. അപ്പോൾ നമുക്ക് നേരെ ഓക്കെ അവൻ അടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ അടിച്ചില്ല. എനിക്കൊന്നും നോബായിരിക്കുമല്ലോ. ജസ്റ്റ് മിസ് നോട്ടവൻ രക്ഷോട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളിയിലേക്കും പോവാം. ലോൺ വോക്ക് അത്യാവശ്യം നൂബുകൾ അങ്ങനെ തന്നെയാണ് കൂടുതലും തന്നെ. ഇനിയാണ് നമ്മുടെ ടാസ്ക് ഫുള്ള്.
BR ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ BR റാങ്ക് പുഷിംഗ് ആണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ സോളോയാണ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ടീം നമ്മുടെ ഇവിടെ നിന്ന് കിട്ടാറാണ് പതിവ്. അപ്പം നമുക്ക് ആദ്യം തന്നെ റൂം കാർഡ് കളക്ട് ചെയ്യണ്ടായിരുന്നു. ഒരുപാട് കിട്ടി നിങ്ങൾ കമ്പനി ഇടാം. എനിക്ക് കിട്ടിയായിരുന്നു കാണിച്ചത്. ഓക്കെ ഇവിടെ വന്നിട്ടില്ല എൻ്റെ. ഓക്കെ ഇതാണ് എൻ്റെ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്. പുതിയ എൻ്റെ ഒന്നാണ് ഇത് സ്കിന്നാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ജീപ്പിൻ്റെ സ്കിന്ന് ഒരെണ്ണം, പിന്നെ കാറിൻ്റെ 2 എണ്ണം, ബൈക്കിൻ്റെ ഒരെണ്ണം, പിന്നെ പിക്കപ്പിൻ്റെ ഒരെണ്ണം, പിന്നെ വലിയ ലോറി വലിയ ട്രക്കിൻ്റെ ഒരെണ്ണം. ഒരു XMB എന്ന് പറയുന്നത് കൊണ്ടിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എവിടെ ചാർന്ന ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പാലത്ത് കൊണ്ടിരിക്കട്ടെ അങ്ങോട്ടൊക്കെ ഇനി ഇഷ്ടം പോലെ തന്നെ ഉണ്ടെങ്കിൽ അപ്പോട്ട് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ ചാടാം. എന്നെ നല്ല അതിന് പയ്യെ വീട്ടിലേക്ക് പോയാൽ മതി. കാരണം അതാണ് വീസുണ്ട്. എനിക്ക് വലിയ പോയാലും വലിയ സ്ഥലങ്ങളൊന്നും ചാടാറില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കളി പീക്കി ചാടാം. നിങ്ങൾ ഈ വീഡിയോ 2 ലൈക്ക് വരെയാണ് പീക്കി ചാടാം. അത്യാവശ്യം കയറുന്ന കണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. പയ്യെ കയറുമോ? ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാർ കയറുന്നുണ്ട്. ഇവിടെ ഒന്ന് 3 വീഡിയോസ് എടുത്തു. പക്ഷെ അപ്പം തന്നെ അടിച്ചിട്ട് ഇവിടെ തന്നെ നേരെ ഡിസൈനിൽ തന്നെയാണ് ചാടിയത്. ഇങ്ങോട്ട് അടിച്ചിട്ട് ഒരു ബൈസണ് മാച്ച് അത്യാവശ്യം നല്ല കണ്ണു കാണുന്നുണ്ട് ഈ മാച്ച് എന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ലാത്തൊരു കണ്ണു കാണുന്നത് എവിടെ വരണ്ട്. XMB എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാ എനിക്കല്ല XMB പണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കണ്ണാണ് XMB എന്ന് പറഞ്ഞ കണ്ണ്. കുഴപ്പമില്ല എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമല്ല. പയ്യെ കയറോട്ടോ. ഇതുവരെ നമുക്ക് ഒറ്റ ഗ്ലോൾ പോലും കിട്ടിയില്ല. ഒരെണ്ണമല്ല, അത് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ബുള്ളറ്റ്സൊക്കെ എടുക്കാം. ഒരു ഗ്രനേഡ് കിട്ടി. നമുക്ക് എവിടെ നിന്നുകൊണ്ട് നടി കിട്ടിയിട്ട് പക്ഷെ എവിടെ നിന്നാന്ന് വെച്ചാൽ ഒക്കെ എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു റെഡ് ഡ്രസ്സാന്ന് തോന്നുന്നു. കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റി. നോക്കി വെച്ചു. MB കൂടെ കഴിക്കുന്നു. എന്നെ ഒരു പൊരിക്കാം. നമുക്ക് എനിമീനെ കാണാൻ വേണ്ടി 2 വെടിയും നടത്തുന്നുണ്ട്.
കാരണം നമുക്ക് എനിമി ഉണ്ടെങ്കിൽ എനിമി പോവാൻ നമുക്ക് കില്ലെടുക്കാമല്ലോ. റാങ്കുഷിനാണ് 3 കില്ലൊക്കെ ഉണ്ടെങ്കിൽ കളി സെറ്റായിരിക്കും. 3 കില്ലൊരു 5 ലൈവൊക്കെ ഉണ്ടല്ലോ, നല്ല പ്ലസ് അടിച്ചോളും. ഒരു സീനുണ്ടാവില്ല. അത്രയും വേണം. അതാണ് ടാസ്ക്. അപ്പം ഇവിടെ ഒന്നും എനിമി ഇല്ലല്ലേ? ഇവിടെ എനിമി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടാന്ന് വെച്ചാൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റിയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ 3 കോർണേഴ്സിനുണ്ട്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് പേര് ഗൈസ് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രീറ്റ് ഉണ്ടല്ലോ, വേണ്ട. ഇവിടെ ഒന്നുമില്ല. പിന്നെ മെയിനെ 390 സെഞ്ചുറി ഉണ്ടാ ഇവിടുന്ന്. പിന്നെ ഇത്ര നമ്മുടെ കയ്യിൽ ഉള്ളൂ. ആകുമ്പോൾ ഇവിടെ ഇനിമയൊന്നും ആദ്യത്തെ കില്ലും കാരണം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പോയാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഹെഡ്ഷോട്ട് നോക്കി അടിച്ചു. എന്നെ നമ്മൾക്ക് മനസ്സടിക്കില്ല, അതൊക്കെ മതി. നമുക്കൊരു 5 ലെയർ പോകുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമുക്ക് എവൻസ് എല്ലാം നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യണ്ടോ? ക്ലെയിം ചെയ്യില്ല. പൈസ 6347 രൂപയും അതിനുള്ളൂ. സംഭവം സംഭവം നോക്കാനുള്ള എന്നാലും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത കളി ബിആറാണ് പോകട്ടെ. അല്ല ബിആർ ലോൺ പോയിട്ട് Free Fire India is set in a virtual world and is not. നാളെ 2 പരീക്ഷ ഉണ്ട്. ഒരെണ്ണം മലയാളമായിരുന്നു, അത് പഠിച്ചു വെച്ചേക്കണേ. അന്ന് വായിച്ചു നോക്കി. സോഷ്യൽ മാത്രം സമയമായാലും കളി തുടങ്ങുമായിരുന്നു. അവൻ്റെ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് നെറ്റ് പോയെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കളിയിലേക്ക് ഞാൻ പോകും. അടുത്ത കളിയിലെന്ന് പറയുമ്പോൾ അടിച്ചു പൊളിക്കുവാണ്. നമുക്ക് അതിനൊന്നും കയറിച്ചെല്ലാം പ്ലെയർ നെറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഉണ്ട് കേട്ടോ. വേറെ ഹെഡ് അടിക്കുന്നു. Scar 3
മാക്ക് ഫുൾ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. കാറ് ജമ്പ് നൈസിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ തന്നെ തുടങ്ങണം. മൂന്നാമത്തെ റൗണ്ട് 7 എല്ലാം കുഴപ്പമില്ല. എല്ലാ കില്ലോ അങ്ങ് ഇരിക്കാൻ വരാൻ നമ്മൾ ലോങ് ബോബി കേട്ട് നമുക്ക് നിർത്താം. മാക്സിമം എടുക്കുക, കയറി ചെല്ലുക, ഹെഡ്ഷോട്ട് പൊട്ടിക്കുക. എന്നാൽ തിരിച്ച് ഓടിയിട്ട് ഇവിടെ ചാടിയിട്ട് മാക്ക് എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതൊന്നും അടിച്ച് പൊളിച്ച് കളിക്കാം. MIT മാഗും കയറുന്നുണ്ട്. നമുക്കൊരു ഏട്ടമുണ്ട് തലമണ്ട അടിച്ച് പൊളിച്ച് കളയാം. ഓടാം. നമുക്ക് ലാസ്റ്റ് റൗണ്ട് അങ്ങനെ ചെങ്ങനെയും പിടിച്ചാൽ നമുക്ക് കളിക്കാം. കളിച്ചാൽ ഒളിച്ച് നമുക്ക് പിടിക്കല. ഓക്കെ, അവൻ്റെ കറക്റ്റ് വിജയപൂർവമായിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ നെറ്റ് പോയതാണ് അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ തീർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ, എല്ലാവർക്കും ടാറ്റ. Por